നിയന്ത്രണവുമില്ലാതെ കണ്ടവന്റെ കൂടെ കറങ്ങാൻ പോകുന്നു. തന്റെ മക്കളെ വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി എത്തുകയാണ് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ. നമുക്കറിയാം, നടൻ കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതിലെ പോസ്റ്റുകളൊക്കെ കണ്ടാണ് പലരും പലതരത്തിലൊക്കെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമാണ് അദ്ദേഹം കിടിലം മറുപടിയുമായി എത്തുന്നത്. ഇത്തരം പഴികൾ താനും ചെറുപ്പത്തിൽ കേട്ടതാണെന്നും മുതിർന്നവർ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പുറത്തു കാണുന്നത് പോലെ കൂളായ അച്ഛനായിരുന്നില്ല ഞാൻ. എല്ലാവർക്കും നല്ല വഴക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ എന്നേക്കാളും അറിവുള്ളവരായി. പിന്നെ ഓരോ തലമുറ കഴിയുമ്പോഴും പുതിയ തലമുറയെ കുറ്റപ്പെടുത്തും. ഇത് ഞങ്ങളും കേട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്റെ മക്കൾ ആൺകുട്ടികളുടെ കൂടെ കറങ്ങാൻ പോകുന്നു, ഒരു നിയന്ത്രണവുമില്ലാതെ കണ്ടവന്റെ കൂടെ കറങ്ങാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലെ കാര്യം എന്തെന്ന് വെച്ചാൽ, ആ പ്രായത്തിൽ എനിക്കും പെൺകുട്ടികളുടെ കൂടെ പോകാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അഥവാ എവിടെയെങ്കിലും പോയാലും വീട്ടിൽ കള്ളം പറയും. ഇപ്പോഴത്തെ കുട്ടികൾ കള്ളം പറയുന്നില്ല എന്നതാണ് വ്യത്യാസം. എന്നാലും കുട്ടികളോട് മൂല്യങ്ങൾ മനസ്സിലാക്കണമെന്നും അതിനെ ബഹുമാനിക്കണമെന്നും ഞാൻ പറയാറുണ്ട്. എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും അവരെ ബഹുമാനിക്കണം. കൊടുക്കുന്നതേ തിരിച്ച് കിട്ടുകയുള്ളൂ. മാത്രമല്ല, എന്തും അമിതമായി ഉപയോഗിക്കുന്നത് ദോഷമാണ്. സോഷ്യൽ മീഡിയ അടക്കമുള്ളവ അമിതമായി ഉപയോഗിക്കുന്നത് ദോഷമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം സംഖ്യയായതിന്റെ പേരിൽ സിനിമയിൽ വരാൻ പാടില്ല എന്നും BJP നേതാവായതിന്റെ പേരിൽ സിനിമയിൽ അഭിനയിക്കാൻ പോലും വിളിക്കാൻ പലരും മടി കാണിക്കുന്നുവെന്നും അദ്ദേഹം ഇതിനു മുമ്പ് തുറന്നു പറഞ്ഞിരുന്നു. സംഖ്യകൾ സിനിമയിൽ വരാൻ പാടില്ലെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടായിരുന്നു. തന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇതേക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും കൃഷ്ണകുമാർ ഇതിനു മുമ്പ് വ്യക്തമാക്കിയിരുന്നു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നേരിടുന്ന സമാന അവസ്ഥയാണ് താനും നേരിടുന്നതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയക്കാരനായതിന്റെ പേരിൽ സിനിമയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്നത് ശരിയായ കാര്യമാണ്. സംഖ്യകൾ സിനിമയിൽ വരാൻ പാടില്ല. അടുത്ത 2-3 സുഹൃത്തുക്കൾ തന്നോട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണകുമാറിനോട് വിരോധമുണ്ടായിട്ടില്ല. ചില കോണിൽ നിന്ന് പ്രശ്നം വന്നു. തിരക്കഥാകൃത്തിനും പ്രൊഡ്യൂസർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറിവരും. സിനിമയിൽ ഞാൻ അത്ര സക്സസ് ഉള്ള നടനൊന്നുമല്ല. ഒരു സക്സസ് ഉള്ള നടനാണെങ്കിൽ ഈ പാർട്ടിയോടോ അല്ലെങ്കിൽ പാർട്ടിയോട് ചായ്വ് കാണിച്ചാൽ അതൊരു പ്രശ്നമല്ല. നമ്മൾ സെയിലബിൾ ആണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല. സെയിലബിൾ ആയ സുരേഷ് ഗോപിക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാർക്കറ്റിൽ അത്ര വാല്യൂ ഇല്ലാത്ത കൃഷ്ണകുമാറിന് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാകും. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനും അതുണ്ടാകും. സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇതാണെങ്കിൽ കൃഷ്ണകുമാറിന്റെ അവസ്ഥ ദയനീയമായി. അതിലൊന്നും എനിക്ക് പരാതിയില്ല. ചെറുപ്പകാലത്ത് ചെന്നൈയിൽ താമസിക്കുന്ന സമയത്ത് ചിലരോട് അവസരം ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നീട് എൻ്റെ ശ്രദ്ധ സീരിയലിലേക്ക് മാറി. സീരിയലിൽ അവസരങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ട് പോയി ചോദിക്കേണ്ടി വന്നില്ല. അവസരം ചോദിച്ച് പുറകെ നടക്കുന്ന സ്വഭാവം എനിക്കും മക്കൾക്കും ഇല്ല എന്നായിരുന്നു കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.